കൊരട്ടിയിൽ നിന്നും കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണിക്കടുത്തുള്ള ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമുടിക്കുന്ന് മൂടപ്പുഴ അരമ്പള്ളി വർഗീസിന്റെ മകൻ ആൻഡ്രു, ഭാര്യ ജിഷു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തത്. ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയി ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനായി റവന്യൂ ജില്ലാ സർവേ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് നടപടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊരട്ടിയിൽ നിന്നും കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണിക്കടുത്തുള്ള ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമുടിക്കുന്ന് മൂടപ്പുഴ അരമ്പള്ളി വർഗീസിന്റെ മകൻ ആൻഡ്രു, ഭാര്യ ജിഷു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കരുതുന്നത്. 10 ദിവസമായി ഇവരെ കാണാനില്ലായിരുന്നു. ഇവർക്കായുള്ള അന്വേഷണം നടത്തുന്നതിനിടെയാണ് മരണവിവരം അറിയുന്നത്. 9 വർഷം മുമ്പ് വിവാഹിതരായ ഇവർക്ക് മക്കളില്ല. വെസ്റ്റ് കൊരട്ടിയിൽ താമസിച്ചിരുന്ന ഇവർ 3 വർഷം മുമ്പാണ് മൂടപ്പുഴയിലേക്ക് താമസം മാറ്റിയത്. ആൻഡ്രു വിഷം കഴിച്ചും ജിഷു വിഷം ഇഞ്ചക്ട് ചെയ്തുമാണ് ആത്മഹത്യ ചെയ്തത്. ലിസിയാണ് ആൻഡ്രുവിൻ്റെ മാതാവ്. വെസ്റ്റ് കൊരട്ടി കിലുക്കൻ വീട്ടിൽ ജോയ് എൽസി ദമ്പതികളുടെ മകളാണ് ജിഷു. മീഡിയ ടൈം, പുതുക്കാട്. ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പരിക്കേറ്റവരെ തൃശൂരിലേക്ക് കൊണ്ടുപോയ പുതുക്കാട് സഹകരണ ബാങ്കിന്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് ആമ്പല്ലൂർ സിഗ്നൽ കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ബാരിക്കേഡ് തെറിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ പതിച്ചു. വരന്തരപ്പള്ളിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ആംബുലൻസ്. പരിക്കേറ്റവരെ മറ്റൊരു ആംബുലൻസിൽ തൃശൂരിലെത്തിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനായി റവന്യൂ ജില്ലാ സർവേ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. സ്വകാര്യ അന്യായത്തിലുണ്ടായ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് നടപടി. 20 മീറ്ററോളം വീതിയുള്ള റോഡിന്റെ പല ഭാഗത്തും കയ്യേറ്റം നടന്നിട്ടുള്ളതായാണ് പരാതി. മാർക്കറ്റ് റോഡിലെ മിനർവ ബേക്കറി മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്താണ് സർവേ നടക്കുന്നത്. GPS ഉപയോഗിച്ചാണ് സർവേ നടക്കുന്നത്. ഓഗസ്റ്റ് 8-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. തഹസിൽദാർ CM അബ്ദുൾ മജീദ്, ഭൂരേഖ തഹസിൽദാർ D വിനോദ്, ജില്ലാ ഹെഡ് സർവേയർ രജനി സുധീർ, താലൂക്ക് സർവേയർ അനീഷ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത്. കൊടുങ്ങല്ലൂർ ദേശീയപാതയിലെ കുഴികളടയ്ക്കുക, വെള്ളക്കെട്ട് അവസാനിപ്പിക്കുക, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ച് കൊടുങ്ങല്ലൂരിൽ INTUC പ്രതിഷേധ ധർണ നടത്തി. ചന്തപ്പുരയിൽ നടന്ന ധർണ ES സാബു ഉദ്ഘാടനം ചെയ്തു. KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. E അബ്ദുൽ കരീം, PN മോഹനൻ, KG മുരളീധരൻ, P ദിലീപ്, MP സോണി, നിഷാഫ് കുര്യാപ്പള്ളി, റസിയ അബു, സുജാ ജോയ്, INTUC പുത്തഞ്ചിറ മണ്ഡലം പ്രസിഡന്റ് ജോപി മങ്കിടിയാൻ, KS കമറുദ്ദീൻ, സനിൽ സത്യൻ, കവിത മധു, ശ്രീദേവി വിജയകുമാർ, മല്ലിക ആനന്ദൻ, ജിസ്മി സോണി, നൌഷാദ്, ബ്രിജിത്, ദീപക്, PV ഗോപാലൻ, VK ലോഹിതാക്ഷൻ, മനോജ് കൈതക്കാട്ട്, ബാലകൃഷ്ണൻ, KK വിനോജ് കുമാർ, KV വിനോദ് കുമാർ, ഫഹദ് ഷാ, ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. പെരുമ്പഴ മൂടക്കുഴ സ്വദേശി കറുപ്പൻ വീട്ടിൽ അജു വർഗീസിനെയാണ് ഇരിങ്ങാലക്കുട DYSP PK കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ മനോജ് ഗോപി, SI CN ശ്രീധരൻ, സീനിയർ CPOമാരായ ES ജീവൻ, രാഹുൽ അമ്പാടൻ, CPOമാരായ KS ഉമേഷ്, വിപിൻ വെള്ളാമ്പറമ്പിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. എറണാകുളം കച്ചേരിപ്പടിയിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഭീമമായ മൊബൈൽ ഫോൺ റീചാർജ്, ഇന്റർനെറ്റ് ചാർജ് വർദ്ധിപ്പിച്ച ജിയോ, എയർടെൽ, VI തുടങ്ങിയ കമ്പനികളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ചന്ദ്രാപിന്നി ജിയോ ഓഫീസിന് മുന്നിൽ നടന്ന സമരം DCC സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു. അംബാനിയെയും അദ്വാനിയെയും പോലുള്ള കുത്തക മുതലാളിമാരെ മാത്രം വളർത്തുക സർക്കാരായും നരേന്ദ്രമോദി സർക്കാർ മാറിയെന്ന് ശോഭാ സുബിൻ പറഞ്ഞു.
ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം സജയ് വയനപ്പിള്ളിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ്, നേതാക്കളായ KH മുഹമ്മദ്, KH ജമാൽ, അസീസ് പള്ളിപ്പറമ്പിൽ, MP ബിജു, PM ഇബ്രാഹിംകുട്ടി, CA അനീഷ്, ED ജേക്കബ്, KV ബിജു എന്നിവർ സംസാരിച്ചു. ഭാരതത്തിലെ 10ാമത്തെ ക്രൈസ്തവ ദേവാലയമായ അമ്പഴക്കാട് ഫൊറോന പള്ളിയിൽ മാർ തോമസ് ലീഹയുടെ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായി തിരുനാൾ റാസക്കി ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ പോളി കണ്ണൂക്കടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 200 വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണക്കം, നേർച്ചയൂട്ട് എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കനകമറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മാർ തോമസ് ലീഹയുടെ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ തിരുക്കർമ്മങ്ങളിലും നേർച്ച ഊട്ടിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷമായി പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിബു നെല്ലിശ്ശേരി മുഖ്യ കാർമ്മികനായി. ഫാദർ ഡോക്ടർ സിജു കൊമ്പൻ സന്ദേശം നൽകി. ഫാദർ ഫ്രാൻസിസ് പാറക്ക സഹകാർമ്മികനായിരുന്നു. തുടർന്ന് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അലക്സ് കല്ലേരി ഊട്ടുവെഞ്ചിരിപ്പ് നിർവഹിച്ചു. കുരിശുമുടിയിലെ കുർബാനയ്ക്ക് ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ കപ്പുച്ചിൻ കാർമ്മികനായി. നൊവേന, പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നിവ നടന്നു. ആഘോഷമായ റാസ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസൻ തന്നാടൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ടിൻഡോ ഞാറേക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോമി ചെരടായി, റക്ടർ ഫാദർ അലക്സ് കല്ലേലി, അനൂപ് കോലങ്കണ്ണി എന്നിവർ സഹകാർമ്മികരായിരുന്നു. CPM എടവലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ IMA ആലുവ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. CPIM എടവലങ്ങ് ലോക്കൽ സെക്രട്ടറി ഷഫീർ, എടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, KK മോഹനൻ, റിസ്വാൻ, വിനിൽ ദാസ്, KB ഷഫീഖ്, DYFI എടവലങ്ങ് മേഖല പ്രസിഡന്റ് സുജിത്ത്, ഫഹദ്, CK റാഫി എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടും GMBHS ചാലക്കുടി NSS യൂണിറ്റുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനയും നേത്ര സംരക്ഷണ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ നിത പോൾ നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു M, റോട്ടറി ക്ലബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, സജിരേഷ് VB, ജോഷി മാളിയേക്കൽ, വിനു തോമസ്, വിപിൻ വിജയൻ, അനീഷ് കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ്, ശങ്കരൻകുട്ടി പെരുമ്പള്ളി, അഡ്വക്കേറ്റ് സുനിലാൻ കളരിക്കൽ, മൻഹർ മൻസൂർ, ജോഷി KD എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടിയിൽ നിന്നും കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണിക്കടുത്തുള്ള ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമുടിക്കുന്ന് മൂടപ്പുഴ അരമ്പള്ളി വർഗീസിന്റെ മകൻ ആൻഡ്രു, ഭാര്യ ജിഷു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തത്. ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയി ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനായി റവന്യൂ ജില്ലാ സർവേ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് നടപടി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.